ഹായ് ഓൾ, എഡ്യൂസ്പെക്ട്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസുകളാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10, 15, 20, 25 എന്ന് പറഞ്ഞു പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പൊസിഷൻ നമുക്കറിയാം. ഫസ്റ്റ് എഴുതുന്നതാണ് ഒന്നാമത്തെ പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ്, ഫോർത്ത്, അങ്ങനെ പൊസിഷൻ ഓർഡർ അനുസരിച്ചിട്ടാണ് പോകുന്നത്. ടേംസ് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആകാം. ഇവിടെ ഫസ്റ്റ് ടൈം എന്നത് എത്രയാണ്? 10 ആണ്. സെക്കൻഡ് ടൈം 15 ആണ്. തേർഡ് ടൈം എന്ന് പറയുന്നത് 20 ആണ്. ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ടൈമിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? x1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈമിനെ x2 കൊണ്ടാണ്. മൂന്നാമത്തെ ടൈം x3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ടൈമിനെ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ x1നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x1നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് അടുത്ത നമ്പേഴ്സ് കിട്ടുന്നത്. x2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. x2ൽ നിന്ന് x3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടെ ആഡ് ചെയ്യുന്നു. അടുത്ത് x3ൽ നിന്ന് x4 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് ഒരിക്കൽ കൂടെ ആഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ പഠിച്ചിട്ട് അത് വെച്ചിട്ടുള്ള എക്സർസൈസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്. ഈ ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ ടൈം എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ടൈം x3 ആണ്. x3യെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? x1ന്റെ കൂടെ ഇപ്പോൾ x2ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. അങ്ങനെയാണെങ്കിൽ x1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ x2 കിട്ടും. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുന്നത്, ഇവിടെയും എന്താണ് കൂട്ടുന്നത്? കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം കൂട്ടിയപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ ടൈമിലേക്ക് വന്നത്? ഫസ്റ്റത്തെ ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി? 1, 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ടൈമിലേക്ക് x3യിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ടൈമില്ലേ? നാലാമത്തെ ടൈമിനെ ഒന്നാമത്തെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? x4ന് x1ൽ നിന്ന് എത്ര പ്രാവശ്യം? ഇവിടെ രണ്ടാമത്തെ ടൈമിലേക്ക് ഒരിക്കൽ കോമൺ ഡിഫറൻസ് കൂട്ടുക, മൂന്നാമത്തെ ടൈമിലേക്ക് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുക, നാലാമത്തെ ടൈമിലേക്ക് 3 പ്രാവശ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ x3യെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി. x4 ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് x1ന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി? 3 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ x5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും? 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ്? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. എന്ന് വെച്ചാൽ 3നേക്കാൾ 1 കുറവുള്ള കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1ന്റെ കൂടെ എത്ര പ്രാവശ്യം? 4നേക്കാൾ 1 കുറവുള്ള 3 ടൈംസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടത്, അങ്ങനെ കൂട്ടേണ്ടത്. സോറി. അങ്ങനെയാണെങ്കിൽ x10 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കൂട്ടണമായിരിക്കും? x1ന്റെ കൂടെ 10 അല്ലേ? 10നേക്കാൾ 1 കുറവാകുമ്പോൾ എത്ര ടൈംസ് ആകും? 9 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ x25 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? x1 + 24d എത്ര പ്രാവശ്യം? 24 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ടൈമിന്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടൈം കിട്ടും. നമുക്ക് x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം. അങ്ങനെ എത്ര എണ്ണമാണോ, എത്രാമത്തെ ടൈമാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ആ ടൈമിനേക്കാൾ, ആ എണ്ണത്തേക്കാൾ 1 കുറവുള്ള കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ നമുക്ക് ആ ടൈം കിട്ടും. ഇപ്പം 100ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ടൈമിൻ്റെ കൂടെ, ഫസ്റ്റത്തെ ടൈമിന് നമ്മൾ x1 ആയിട്ടാണ് എടുക്കുന്നത്, അതിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടണമെന്ന് ചോദിച്ചാൽ 99 ടൈംസ്. എങ്ങനെ എഴുതാം? x100 എന്ന് പറയുന്നത് x1ന്റെ കൂടെ
99 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും x100 എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഫസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ആ ടൈമിനേക്കാൾ ഒന്ന് കുറവുള്ള കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു കണ്ടീഷൻ. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് x3 ഉണ്ട്, നമുക്ക് x5 കണ്ടുപിടിക്കണം. x5 എങ്ങനെ കണ്ടുപിടിക്കും? x3യുടെ കൂടെ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? ഒരിക്കൽ കൂട്ടുമ്പോൾ 4th ടൈം കിട്ടും, ഒരിക്കൽ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5th ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ x3 ആണ് ഉള്ളത്, x5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? അപ്പോൾ ആ എണ്ണം എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളത് x2 ആണെന്ന് വയ്ക്കുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് x12 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് x2ൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x2വിൻ്റെ കൂടെ x2 ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ആണ്. 10 ടൈംസ് എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ് കൂട്ടണം. ഫസ്റ്റത്തെ ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഫസ്റ്റ് ടൈം ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ കണ്ടുപിടിക്കാനുള്ളതിന് ഒന്ന് കുറച്ച് കോമൺ ഡിഫറൻസ് കൂട്ടുക. ഓക്കെ, ഇനി ഇടയിലുള്ളതാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അവ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കോമൺ ഡിഫറൻസ് അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് x12, ഇനി അങ്ങനെയാണെങ്കിൽ x10 തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? x100 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? x10ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? 90 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസമാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഫസ്റ്റ് ടൈമിൽ അവിടെ അതും അത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ? 3 - 1 എന്ന് പറയുന്നത് 2 അല്ലേ? 2D. 4 - 1 എന്ന് പറയുന്നത് 3D ആണ്. അപ്പോൾ അവിടുത്തെ ആ 2 ടൈമുകളുടെ വ്യത്യാസം നമ്മൾ ഫസ്റ്റ് ടൈമിനെ വെച്ച് കോമൺ ആയിട്ട് പറയാറുള്ളത്, ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ ഇതിനേക്കാൾ ഒന്ന് കുറച്ച് ഉള്ള കോമൺ ഡിഫറൻസ് കൂട്ടുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് എക്സർസൈസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 25th ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? തന്നിട്ടുള്ളത് എടുത്തെഴുതുക. x1 തന്നിട്ടുണ്ട്. എത്രയാണ്? 1 എന്ന് പറയുന്നതാണ് x1. നമുക്കിതിൽ നിന്ന് ആദ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തടുത്ത ടേമുകൾ ഉള്ളത് കാരണം നമുക്ക് ഏത് ഇക്വേഷൻ കൊടുത്താൽ മതി? കോമൺ ഡിഫറൻസ് d = സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താൽ മതി. സെക്കൻഡ് ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x2 എന്നാണ്, ഫസ്റ്റ് ടൈമിനെ x1 എന്നാണ്. അപ്പോൾ x2 എത്രയായിരുന്നു? x2 എന്ന് പറയുന്നത് 11 ആണ്. 11 മൈനസ് x1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 - 1 എന്ന് പറയുന്നത് 10 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 25th ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ x25 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x1ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? എത്ര പ്രാവശ്യം? 24 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയാണ്? x1 എന്ന് പറയുന്നത് 1 ആണ്. 1 + 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 10 ആണ്. 24 × 10. ഇത് ചെയ്യുമ്പോൾ ആദ്യം 1 + 25 ചെയ്യരുത്, ആൻസർ തെറ്റാണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് 24 × 10 ആണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് അഡിഷനും എന്ത് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 24 × 10 ആണ്. 24 × 10 ചെയ്യാൻ വേണ്ടിയിട്ട് 24 ഇടുക, ആ 0 കൂടെ എഴുതിയാൽ മതി. അപ്പോൾ 240 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യുക? 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 241 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 25th ടൈം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 241 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The 10th ടൈം ഓഫ് an arithmetic sequence is 46 and its 11th ടൈം is 51. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം എന്നാണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? 10ാമത്തെ ടൈം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ x10 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. x10 = എത്രയാണ്? 46 ആണ്. 11th ടൈം എന്ന് പറയുമ്പോൾ x11 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്.
x11 ഈക്വൽ ടു 51. ഓക്കെ, അതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുക. അടുത്തടുത്ത ടൈമുകളായത് കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. x11 മൈനസ് x10 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം അല്ലെങ്കിൽ 11th ടൈം മൈനസ് 10th ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 11th ടൈം എത്രയാണ്? 51 ആണ്. 51 മൈനസ് 46. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 51 മൈനസ് 46 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് x10 ആണ്. x10ൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും? 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് x1ലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ചാൽ x1 എന്ന് പറയുന്നത് x10ൽ നിന്നും എത്ര ടൈംസ്? 9 ടൈംസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അവിടെയും എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. 9 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x10 നമുക്കറിയത്തില്ലേ? 46 ആണ്. 46 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? 5 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ 9 ഇൻറ്റു 5 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 46 മൈനസ് 9 ഇൻറ്റു 5 എത്രയാണ്? 9 ഇൻറ്റു 5 45 ആണ്. 46ൽ നിന്നും 45 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ x1ൻ്റെ വാല്യൂ എത്രയാണ്? 1 എന്നതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ചെയ്ത വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 10th ടൈം ഉണ്ട്. 10th ടൈമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 9d എന്ന് വെച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ എന്താണ്? അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. കാരണം വലിയ ടൈമാണുള്ളത്, അതിൽ നിന്ന് ചെറിയ ടൈമിലേക്ക് വരണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടായിരുന്നത്. 10th ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണമായിരുന്നു? ആഡ് ചെയ്യണമായിരുന്നു. ഇവിടെ 10th ടൈമിൽ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് വരേണ്ടത്? ഫസ്റ്റ് ടൈമിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ എത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്ത് വന്നപ്പോൾ 10th ടൈം എന്ന് പറയുന്നത് 46 ആണ്. മൈനസ് 9 ഇൻറ്റു 5. അപ്പോൾ 9 എന്ന് പറയുന്നത് 9 ടൈംസ് ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 5 ആണ്. 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 46 മൈനസ് 45 ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ആ സീക്വൻസിലുള്ള ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ എത്ര എണ്ണം കണ്ടുപിടിക്കണം? ആദ്യത്തെ 5 ടൈമുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, കോമൺ ഡിഫറൻസ് 5 ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടൈം കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ടൈം കണ്ടുപിടിക്കണം? 4 ടൈമുകൾ കണ്ടുപിടിക്കണം. x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക? 1 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ x1 പ്ലസ് ഡി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 1 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ x2 നമുക്ക് എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ x1ൻ്റെ കൂടെ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? അല്ലേ, ഇവ തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? അപ്പോൾ 2 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. x1 എന്ന് പറയുന്നത് 1 ആണ്. 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x3 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 11 എന്ന് കിട്ടും. ഇനി x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x4 ഈക്വൽ ടു x1ൻ്റെ കൂടെ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? അപ്പോൾ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 ടൈംസ്, x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ടൈംസ്, x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈംസ്? 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ 3 ഇൻറ്റു ഡി ചെയ്യുക. x1 എത്രയായിരുന്നു? 1 ആണ്. 3 ഇൻറ്റു 5 കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഈക്വൽ ടു 1 പ്ലസ് 3 ഇൻറ്റു 5 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 16 എന്ന് x4 കിട്ടും. ഇനി x5 എങ്ങനെ കണ്ടുപിടിക്കാം? x5 എന്ന് പറയുന്നത് x1ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 ആണ്. അപ്പോൾ 4d ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 1 പ്ലസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എത്രയെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 21 എന്ന് കിട്ടും. ആദ്യത്തെ 5 ടൈമുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ടൈം 1 ആണ്. രണ്ടാമത്തെ ടൈം എത്ര കിട്ടി? 6 ആണ്. മൂന്നാമത്തെ ടൈം 11. നാലാമത്തെ ടൈം 16.
അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് പോകുന്നത് എങ്ങനെയാണ്? 1, 6, 11, 16, 21 എന്ന് പറയുന്നതാണ് നമ്മുടെ സീക്വൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 21st ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90? അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം x1 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. x2 എന്ന് പറയുന്നത് 95 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തടുത്ത ടൈമുകൾ ഉണ്ട്. ആയത് കാരണം കോമൺ ഡിഫറൻസ് d = x2 മൈനസ് x1 ആണ്. അതിന് മാറ്റമില്ല. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. ഓക്കെ, ഇവിടുത്തെ സെക്കൻഡ് ടൈം എത്രയാണ്? 95 ആണ്. 95 മൈനസ് 100 ആണ്. 95 മൈനസ് 100. ഇവിടെ നമുക്ക് 95ൽ നിന്ന് 100 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഈ കണ്ടീഷനിൽ അങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് തന്നെ ചെറുത് കുറയ്ക്കുക. 100ൽ നിന്ന് 95 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. എന്നിട്ട് അവിടെ ചെയ്യേണ്ടത് വലുതിൻ്റെ സൈനാണ് യൂസ് ചെയ്യേണ്ടത്. വലുതിൻ്റെ സൈൻ എത്രയാണ്? എന്താണ്? മൈനസ് ആണ്. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടി? -5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ x2 എത്രയാണ്? 95 ആണ്. അത് തന്നെ അവിടെ എഴുതണം. x1 എന്ന് പറയുന്നത് 100 ആണ്. അത് രണ്ടാമത് തന്നെ എഴുതണം. ഓക്കെ, മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ x2 എത്രയാണോ അത് തന്നെ ആദ്യം എടുത്തെഴുതുക. x1 എത്രയാണോ അത് അടുത്തെടുത്തെഴുതുക. അപ്പോൾ 95ൽ നിന്ന് 100 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 100ൽ നിന്ന് 95 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഏതാണോ അതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? -5 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ടൈമാണ്? 21st ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x21 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോർമലായിട്ട് ചെയ്യും പോലെ ഫസ്റ്റ് ടൈം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും? 20 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ x21 = x1 + 20d എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. x1 എത്രയായിരുന്നു? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 100 ആണ്. 100 + 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? -5 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 100 അതുപോലെ തന്നെ എഴുതുക, പ്ലസ് ഇടുക. 20 ഇൻറ്റു -5 എത്രയാണ്? 20 × 5 എന്ന് പറയുന്നത് 100 ആണ്. -5 വരുമ്പോൾ അവിടെ നമുക്ക് -100 എന്ന് കിട്ടും. 20 ഇൻറ്റു -5 എന്ന് പറയുന്നത് എത്രയാണ്? -100. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ രണ്ട്, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അവിടെ എന്തായിട്ട് മാറും? അവിടെ മൈനസ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ 100 - 100 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 100 - 100 എത്രയാണ്? അപ്പോൾ 0 ആണ്. 100 - 100 എത്രയാണ്? 0 ആണ്. അപ്പോൾ x21 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. എങ്ങനെ കിട്ടി? അപ്പോൾ x21നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 + 20d എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ x1 എത്രയായിരുന്നു? 100 ആയിരുന്നു. 100നോട് എത്ര പ്രാവശ്യം? 20 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 20 ഇൻറ്റു -5. അപ്പോൾ -5 വന്നത് കാരണം 20 × 5 എന്ന് പറയുന്നത് -100 ആണ്. അപ്പോൾ രണ്ട് സൈനുകൾ, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. 100ൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. 21st ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ 10th ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56 ആൻഡ് ഇറ്റ്സ് 11th ടൈം ഈസ് 51. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം എന്നാണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ 10th ടൈം നമ്മൾ x10 = എത്രയെന്ന് തന്നിട്ടുണ്ട്? 56 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. x11 = എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 51 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അടുത്തടുത്ത ടൈമുകളാണ്. അപ്പോഴും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ വലിയ ടൈം x11 - x10 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ x11 എത്രയാണ്? 51 - 56 ആണ്. ഇവിടെയും പൊസിഷൻ ഒന്നും മാറരുത്. വലിയ ടൈം 51 ആണ്, ചെറിയ ടൈം x10 എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 51ൽ നിന്ന് 56 മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? 56ൽ നിന്ന് തന്നെ 51 എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈനായ എന്തിട്ട് കൊടുക്കണം? മൈനസും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെയും കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? -5 ആണ്. എങ്ങനെ കിട്ടി? 51 - 56 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കാരണം 56ൽ നിന്ന് തന്നെ 51 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. 5 എന്ന് എഴുതുന്നു. എന്നിട്ട് വലുതിൻ്റെ സൈനായ മൈനസും കൂടെ ഇട്ട് കോമൺ ഡിഫറൻസ് -5 എന്ന് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് ടൈം ആണ്.
അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x10 ഓൾറെഡി ഇല്ലേ, നമുക്ക് x10ൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, x11ൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. x10ൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ 9 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇവിടെ ചെറിയ ടൈമിലേക്കാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x10ൽ നിന്ന് 9 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x10 എത്രയാണ്, 56 ആണ്. മൈനസ് 9 ഇൻറ്റു എത്ര കിട്ടും, -5 ആണ് നമ്മളവിടെ ചെയ്യേണ്ടത് കേട്ടോ. -5 ആണ്. ഇത് മാറിപ്പോകരുത്, എഴുതുന്നത് മാറിയാലും നമുക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 56 x10 എന്ന് പറയുന്നത് 56 ആണ്. മൈനസ് ഇക്വേഷൻ്റെ മൈനസ് ആണ്, അതിനകത്ത് പോലെ എഴുതി. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -5 ആണ്. ഈക്വൽ ടു 56. ഇവിടെ 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്, 45 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ രണ്ടിടത്ത് മൈനസ് വന്നാൽ, രണ്ട് മൈനസ് സംഖ്യകൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, പ്ലസ് സംഖ്യയായിട്ട് മാറും. ആ കാര്യം ഓർക്കുക. രണ്ട് മൈനസ് സംഖ്യകളാണ് ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 56ഉം 45ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഇന്ന് കിട്ടും, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 101 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എത്രയാണ്, x1 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x10ൽ നിന്ന് -9d ആണ് ചെയ്യുന്നത്. ഓക്കെ, x10 എന്ന് പറയുന്നത് 56 ആണ്. 56ൽ നിന്ന് -9 ഇൻറ്റു -5. ഓക്കെ, ഇത് ഇക്വേഷനിലെ മൈനസ് ആണ്. ഈ -5 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഡിയുടെ മൈനസ് ആണ്. ഇനി നമ്മൾ 56 താഴെ എഴുതി, രണ്ട് മൈനസ് സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുമെന്ന് പഠിക്കുക, പോസിറ്റീവായിട്ട് മാറുമെന്ന് പഠിക്കുക. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി, പ്ലസ് ആയി. 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്, 45 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 56 പ്ലസ് 45 എന്ന് പറയുന്നത് 101 എന്ന് 101 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എത്രയെന്ന് കിട്ടി, 101 കിട്ടും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചതിൽ x1 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, 101 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോമൺ ഡിഫറൻസ് -5 ആയിരുന്നു. അതിൽ എത്ര ടൈം എഴുതണം, ആദ്യത്തെ 5 ടൈമുകൾ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ടൈം അവിടെ ഉണ്ട് കേട്ടോ, 101 എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x2 = x1 പ്ലസ് കോമൺ ഡിഫറൻസ് ആയ d എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 101 ആണ് ഒന്നാമത്തെ ടൈം, അതിൻ്റെ കൂടെ പ്ലസ് -5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. 101 -5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 101 നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും, 96 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ടൈം എത്ര കിട്ടി, 96 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x3 = എന്ത് ചെയ്യണം, x1ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം, എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം, 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 101ൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എത്രയാണ്, -5 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 101ൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 101 2 ഇൻറ്റു 5 എത്രയാണ്, 10 ആണ്. 10 സൈൻ എന്താണ്, മൈനസ് ആണ്. കാരണം 2 ഇൻറ്റു 5 10 ആണ്. ഇവിടെ ഒരു മൈനസ് ഉള്ളത് കാരണം അതെന്ത് ചെയ്യണം, 2 മൈനസ്, ഇതിനും മൈനസ് ഉണ്ടായിരുന്നു ഇതിനും മൈനസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എന്താകും, പ്ലസ് ആകും. ഈ പ്ലസ് ഞാൻ ഇവിടെ തന്നെ യൂസ് ചെയ്യുവാണ്. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. ആ മൈനസ് അതുപോലെ തന്നെ ഞാൻ അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. ഓക്കെ, 101ൽ നിന്ന് 10 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടും, 91 എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ടൈം എത്രയെന്ന് കിട്ടി, 91 എന്ന് കിട്ടി. ഇത് x1 പ്ലസ് 2d ആണ്. ഓക്കെ, 2d എന്ന് പറയുന്നത് 2 ഇൻറ്റു -5 ആണ്. അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 101ൽ നിന്ന് 10 എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ x3 എന്ന് പറയുന്നത് 91 ആണ്. ഇനി നമുക്ക് x4 കണ്ടുപിടിക്കാം. x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 101 പ്ലസ് 3 ഇൻറ്റു -5 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു d എന്ന് പറയുന്നത് -5 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പോൾ 101
പ്ലസ് -15 എന്ന് കിട്ടും. പ്ലസ് -15. ഓക്കെ, എങ്ങനെ കിട്ടി? 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഇത് പ്ലസും ഇത് മൈനസും ആയത് കാരണം ഇവിടെ എന്ത് കിട്ടും? മൈനസ് എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? അവിടെയും മൈനസ് ആയിട്ട് മാറും. 101 നിന്ന് 15 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 86 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം എത്രയാണ്? 86 ആണ്. ചെയ്തതൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടുത്തെ സൈനുകളൊന്ന് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അടുത്തിനി അഞ്ചാമത്തെ ടൈം കണ്ടുപിടിക്കണം. x5 എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x1ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ x1 എന്ന് പറയുന്നത് 101 ആണ്. പ്ലസ് 4 × -5 ആണ്. ഈക്വൽ ടു നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. 101 പ്ലസ് 4 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതിനകത്തൊരു എന്തുണ്ട്? മൈനസ് ഉള്ളത് കാരണം മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 101 -20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 81 എന്ന് x5 കിട്ടും. വേറെ ഒന്നുമില്ല. x1ൻ്റെ കൂടെ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുക? 4 ടൈംസ്. 101 പ്ലസ് 4 × -5 ആണ്. 4 × -5 എന്ന് പറയുന്നത് -20 ആണ്. 101 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 81 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 ടൈമുകൾ ഏതൊക്കെയാണ്? 101, പിന്നെ എത്ര കിട്ടി? 96, 91, 86, 81. ഈ സീക്വൻസിൽ എന്ന് പറയുന്നത് വാല്യൂസ് എന്ത് ചെയ്യാണ്? ടേംസുകളുടെ വില എന്ത് ചെയ്യാണ്? കുറഞ്ഞ് വരുന്ന സീക്വൻസ് ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ 101 കിട്ടിയത്. നമുക്കതല്ലേ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടിയത്. അത് കാരണം ഓരോ ടൈമും എന്ത് ചെയ്യാണ്? കുറഞ്ഞ് വരുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.